അജിംഷാദ്, ഏതായാലും കോടതിയുടെ നിരീക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി ഇനിയിപ്പോൾ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ 11 മുതൽ 12 മണി വരെയാണ് ശിക്ഷാവിധിയിന്മേലുള്ള വാദം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഇതിൽ ശിക്ഷ വിധിക്കണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റകൃത്യം നിർവഹിക്കുന്നതിന് മുൻപോ പിൻപോ അയാൾക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അയാൾ ഏറ്റവും കൂടിയ ശിക്ഷയ്ക്ക് തന്നെയാണ് അർഹനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉയർന്ന ശിക്ഷ തന്നെ നൽകണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിഭാഗം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മറുത്താണ്, അതായത് മറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് പ്രതിയുടെ മനോനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ശിക്ഷ അത് നൽകരുത്, അതിൽ ഇളവ് നൽകേണ്ടതുണ്ട് എന്നുള്ളൊരാവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഏതായാലും എന്തൊക്കെ വാദഗതികൾ ആണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ അടക്കമുള്ളവർ പുറത്തേക്ക് എത്തുന്നതായിരിക്കും. അവർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വെല്ലുവിളികൾ തന്നെയാണ് അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെയാണ് ഈ പ്രോസിക്യൂഷനും നേരിടേണ്ടി വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം കോടതിക്കകത്തും പുറത്തും അന്വേഷണ ഘട്ടത്തിലാണെങ്കിൽ ആ സമയത്ത് കേസിനെ വഴിതിരിച്ചുവിടാൻ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പല ശ്രമങ്ങളാണ് പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഒരു കാര്യം കൂടി ഷീജ ഒന്ന് ചോദിച്ചോട്ടെ, ജീവപര്യന്തം ശിക്ഷയും ഒപ്പം പിഴ 3 ലക്ഷം വീതം നൽകണമെന്നാണോ അതോ 3 ലക്ഷം മാത്രമാണോ? എങ്ങനെയാണ് ആ പിഴയുടെ കാര്യത്തിലുള്ള ഒരു വ്യക്തത? അജിംഷാദ്, ജീവപര്യന്തവും 3 ലക്ഷം പിഴ എന്നതുമാണ് നിലവിലിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അത് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് 302 പ്രകാരം ആണ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ അതിന് പുറമേ ഉള്ളത് ഈ പിഴയുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപ അതിനുള്ള പിഴ, അതിനുശേഷം 202 പ്രകാരമുള്ള 5 വർഷവും 1 ലക്ഷം രൂപ പിഴയും ഉണ്ട്. കൊല്ലപ്പെട്ട 4 പേരുടെ ആശ്രിതർക്ക് 3 ലക്ഷം രൂപ വീതം നൽകണം എന്നുള്ളതും ഇതിൽ പറയുന്നു. ഏതായാലും ആകെ 15 ലക്ഷം പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണം എന്നുള്ളതാണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതലായി തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നിലവിൽ ഏതായാലും പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ അത് വിധിച്ചിട്ടുണ്ട്. ഇനി മറ്റ് പിഴയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായത് 3 ലക്ഷം രൂപ വീതമാണ് 4 പേരുടെ ആശ്രിതർക്ക് നൽകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും 3 പേരുടെ ആശ്രിതർക്ക് നൽകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും 15 ലക്ഷം രൂപ പിഴയാണ്. അതാണ് ഷീജ സൂചിപ്പിച്ചത്. എന്തായാലും ജീവപര്യന്തം ആണ് വിധിച്ചിരിക്കുന്നത്, ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേതൽ രാജയ്ക്ക്. 4 പേരെ കേതൽ രാജയുടെ അച്ഛനെയും അമ്മയെയും അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് കേതൽ രാജ കുറ്റക്കാരനാണെന്ന് ഇന്നലെ തെളിയുന്നതും ഇന്നിതാ ശിക്ഷാവിധി കോടതി വിധിക്കുന്നതും. കേതൽ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ, 3 ലക്ഷം രൂപ വീതം പിഴയും നൽകണം 3 പേരുടെ ആശ്രിതർക്ക് എന്നതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് ഷീജ നൽകി വരുന്നത്. എന്തായിരുന്നാലും മാനസിക പ്രശ്നം കാട്ടി കേസിൽ നിന്ന് വഴിതിരിക്കാനുള്ള കേതൽ രാജയുടെ കാര്യങ്ങളെ ഒക്കെ പൊളിച്ചത് പോലീസിൻ്റെ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണം തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെ വിരൽ ചൂണ്ടേണ്ടതും. ഷീജ, അത് തന്നെയാണ് അല്ലേ? കാരണം പോലീസിൻ്റെയും പ്രത്യേകിച്ച് ആ ഡോക്ടറുടെ റിപ്പോർട്ട് അടക്കമുള്ളവയാണ് ഇതിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങാൻ സഹായകമായ പ്രോസിക്യൂഷൻ്റെ ഇടപെടലുകൾ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും, അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണ മികവ് ഇതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിനെ അന്ധവിശ്വാസവുമായി കൂട്ടിക്കെട്ടുക എന്നുള്ളതാണ്. അതിൽ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അത് പ്രതി നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ അതായിരുന്നില്ല ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടീവ് എന്നുള്ളത് പിന്നീട് പോലീസിന്റെ
അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാരണം പ്രതി സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ തന്നെയാണ് അന്വേഷണ സംഘവും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതി 4 പേരെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് മഴുവാണ്. അത് തലയ്ക്ക് പിന്നിൽ അടിച്ചുകൊണ്ടാണ് ഇവരുടെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രതി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എങ്ങനെ ഈ മഴു ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം നടത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിവായി ശേഖരിച്ചിരുന്നു. ആ തെളിവുകൾ അടക്കം തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതടക്കം 150ഓളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏകദേശം 41ഓളം സാക്ഷികളെ ഈ കേസിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് ഇതിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ആ വാദം പക്ഷേ ആ രീതിയിൽ കോടതി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് പ്രതിയുടെ മനോനില സംബന്ധിച്ചുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശിക്ഷ ഏറ്റവും ഉയർന്ന ശിക്ഷ എന്നുള്ളത് നൽകുവാൻ പാടില്ല, അതിൽ ഇളവ് നൽകേണ്ടതാണ് എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഏതായാലും കോടതി എന്തൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ചു, കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്താണ് എന്നതൊക്കെ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ അടക്കമുള്ളവർ, അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ കോടതിക്ക് പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോഴായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഈ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോഴുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക. ഏതായാലും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6ന്റെ ജഡ്ജി കെ വിഷ്ണുവാണ് ഈ ശിക്ഷാവിധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 തവണ മാറ്റിവെച്ച ശിക്ഷാവിധിയാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.